കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ മീനും മെത്തയിലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഗതികേട് ഒരു പാർട്ടിക്ക് വന്നാൽ എന്ത് ചെയ്യും? എന്നോ കാലത്ത് സി ദിവാകരൻ എഴുതിയ ഒരു കുറിപ്പ്, അതിനകത്ത് മീനിന്റെ കാര്യം പത്രം എടുത്ത് ഉയർത്തിയത് എന്താ? പിണറായി തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞത് വന്നു കഴിഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഈ കനകോലുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന ഒരു കഥയാണത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? ഈ ചൂരമീൻ, ഈ മീനിന്റെ കഥ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ശ്രീ ജോജി, ചൂരമീൻ പലർക്കും അലർജിയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒരാളിനെ കുറിച്ച് ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അദ്ദേഹത്തിന് ചൂര കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? ചില മത്സ്യങ്ങൾ അലർജിയാണ്. കേരളത്തിലെ ഒരു പ്രമുഖ സിനിമാ നടൻ മരിച്ച എങ്ങനെയാണെന്ന് അങ്ങേക്ക് അറിയാവോ? കൊല്ലം ജില്ലക്കാരനായ ഒരു സിനിമാ നടൻ മരിച്ചുപോയത് അദ്ദേഹത്തിന് അലർജിയായി ചെമ്മീൻ കഴിച്ചപ്പോഴാ. ഒരു ഹാസ്യ നടൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ആദരിക്കുന്ന നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഇത്തരം പന്ന കഥകളൊക്കെയാണോ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ? ഇനി അങ്ങേര് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് വീടുകളുടെ എണ്ണമാ. നിങ്ങൾ കൊടുത്ത വീടുകളുടെ മൊത്തം എണ്ണം ഈ 9 ടൈപ്പ് അല്ല, എത്ര ടൈപ്പായാലും അത്രയും വീടിന്റെ എണ്ണം അസംബ്ലിക്കകത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി വെളിവാക്കിയത് 4000-നും 5000-നും ഇടയ്ക്ക് വീട് 5 വർഷം നിങ്ങൾ കൊടുത്തത്. 2016 വരെയുള്ള 11 മുതൽ 16 വരെയുള്ള 5 വർഷം നിങ്ങൾ കൊടുത്തത് കേവലം 5000-ൽ താഴെ വീടാ. 5000 തികയത്തില്ല, ഞാനങ്ങ് സമ്മതിച്ചു തരിക. അല്ല, അത്രയും അത് കോടിയേരി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി, അത് 5000 ഒന്നുമില്ല, വളരെ താഴെയാണ് കണക്ക്. ചോദ്യത്തിന്റെ മറുപടി അസംബ്ലി രേഖയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ഇത്തരം 6 ലക്ഷം വീടെന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ആദ്യമാ. ശ്രീ ജോജിക്ക് അറിയാവോ? ജോജി, ഒരു ആലങ്കാരികമായിട്ടല്ലാതെ ഒരു കണക്കൂടെ ഞാൻ പറയാം. 937 സ്കൂൾ കെട്ടിടങ്ങൾ 10 വർഷം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏക മുഖ്യമന്ത്രിയുടെ പേരാ പിണറായി വിജയൻ. 637 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏക റവന്യൂ വകുപ്പ് മന്ത്രിയാ കേരള സ്റ്റേറ്റിലുള്ളത്. ഇത് ചുമ്മാ ഉണ്ടായതല്ല, കഠിനമായ അധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയാ. ഇപ്പതാ ഫെബ്രുവരിയിൽ പുസ്തകം കൊടുത്തപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? പാഠപുസ്തകം കൊടുത്തപ്പം, നേരത്തെ പെൻഷൻ കൊടുത്തപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ? മര്യാദകേട് കാണിക്കരുത്. അടൂർ പ്രകാശ് പറയാ മര്യാദകേട് കാണിക്കരുത്. ഇപ്പൊ രമേശ് ചെന്നിത്തല പറയാ പാസ്സാകാത്ത പിള്ളേർക്ക് എങ്ങനെയാ പുസ്തകം കൊടുക്കുന്നതെന്ന്. കേരളത്തിലെ 9ാം ക്ലാസ് വരെയുള്ള പിള്ളേർ 100% സെന്റ് ബെർസൈൻ പാസ്സാ. 10ാം ക്ലാസ്സിൽ പോയിന്റ് സംതിങ്ങേ ഉള്ളൂ പാസ്സാകാത്തത്. നിങ്ങളുടെ ഗവൺമെന്റ് അല്ല ഇത്. 10 ലക്ഷം കുട്ടികൾ നിങ്ങളുടെ കാലത്ത് തിരിച്ചുപോയി. 12 ലക്ഷം കുട്ടികൾ LDFന്റെ കാലത്ത് തിരിച്ചു വന്നു. 5000 സ്കൂളുകൾ നിങ്ങൾ പൂട്ടാൻ ഒരുങ്ങി. 14,000 സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ഒറ്റ സ്കൂൾ പൂട്ടിയിട്ടില്ല. ആ സ്കൂളുകളിലൊക്കെ ഒന്ന് പോയി നോക്കണം. നിങ്ങൾക്ക് വീണ്ടും ആ സ്കൂളിൽ പോയി പഠിക്കാൻ തോന്നുന്നില്ല, നിങ്ങൾ നോക്കണം. ഇനി വയനാടിന്റെ ഫണ്ട് 1 പൈസ നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധി കൊടുത്തോ? 1 പൈസ. ഈ വടക്കേന്ത്യയിൽ നിന്ന് ഇവിടെ മത്സരിക്കല്ലേ? നിങ്ങൾ 18 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തല പൈസ കൊടുത്തപ്പോഴാ ശ്രീ കെ സുധാകരൻ പൈസ കൊടുത്തതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത്, ആക്ഷേപിച്ചത്. അറിയാതെ കൊടുത്തുപോയതാ രമേശ് ചെന്നിത്തല. ബാക്കി ആരും കൊടുത്തില്ല. 2-3 MLA-മാരുടെ ചെറിയ പൈസ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന 18 ലക്ഷം ഞങ്ങൾ സമ്മതിക്കുന്നു. MLA ഫണ്ടിൽ നിന്നാ, സർക്കാർ കൊടുക്കുന്ന പൈസയിൽ നിന്നാ. എന്നിട്ട് നിങ്ങൾ കർണാടക ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയുടെ പേര് കോൺഗ്രസ് കണക്കെഴുതി വെക്കുക.